ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, എങ്കിലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ബൗളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ വയറും ഒക്കെ ഫില്ലാവും കേട്ടോ. ദാഹവും മാറും, വയറും അത്യാവശ്യം നന്നായിട്ട് ഫില്ലാവും. പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാനോ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു കനം കുറഞ്ഞിട്ടുള്ള നല്ല നേരിയ തിന്നായിട്ടുള്ള സേമിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ്, എങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് നെയ്യിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇളക്കി കൊടുത്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒട്ടും കരിഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ 2 കവർ, 1/2 ലിറ്ററിൻ്റെ 2 കവർ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ വെള്ളമൊന്നും നമ്മൾ ഈ ഒരു ടൈമിൽ ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഈ ഒരു സേമിയം ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വാനില ഫ്ലേവറിലുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പാൽ ഒഴിച്ചു കൊടുത്തതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സേമിയമൊക്കെ നന്നായിട്ട് ഒരു പാലായിട്ട് കിടന്ന് നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ പഞ്ചസാര കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനപ്പോൾ ഒരു 1/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സേമിയ ഓവറായിട്ട് ഇതിൽ കിടന്നിട്ട് കുക്കായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന രീതിയിലാവരുത് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് സേമിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റാർഡാണ്, പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കസ്റ്റാർഡും ഒരു പാലും സേമിയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു കസ്റ്റാർഡും കൂടെ ഇതിൽ കിടന്നിട്ട് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരണം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവറാവും കേട്ടോ. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരം നമ്മൾ ആ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആ ഒരു സേമിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സും ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ഇതിൽ സേമിയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ പേരിൽ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതേപോലൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല തണുപ്പുണ്ടെങ്കിലാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയ പഴം ഉണ്ടല്ലോ, ചെറുപഴം അതെടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ ആപ്പിൾ, കുറച്ച് അനാർ, മാതള നാരങ്ങ, പിന്നെ കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, ബദാമും കാഷ്യൂനട്ടാണ്. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ സബ്ജാ സീഡ് ഉണ്ടല്ലോ, കസ്കസ്, അതൊന്ന് സോക്ക് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സൊക്കെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ മാതള നാരങ്ങ മാത്രമേ ഞാൻ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രം ഇത് അനാർ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, മാതള നാരങ്ങ. ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാംഗോ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ് അത് കുറച്ച് കൂടുതൽ എടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കപ്പലണ്ടി അത് ചേർത്ത് കൊടുത്താലും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, സിമ്പിളാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഡെസേർട്ടാണ്. അപ്പോൾ ഞാനിത് സെർവിങ് ബോളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊരു അത്യാവശ്യം ഈ ഒരു ബൗൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലാവും കേട്ടോ. ഇത് നമുക്ക് എന്തെങ്കിലും വീട്ടിലൊക്കെ വല്ല പാർട്ടികൾ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് നട്ട്സും അതേപോലെ എടുത്ത് വെച്ചുള്ള ആ ഒരു അനാറും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും വീട്ടിലൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.